തന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇതിനൊന്നും പോകണ്ടെന്ന്. താൻ വല്ല പോലീസിലോ പട്ടാളത്തിലോ പോയി ചേരേണ്ട ആളാ. ഒരു കാര്യമില്ലാതെ കൈ മുറിച്ചു. രാമേന്ദ്രൻ ഹിയർ. എന്താ സാറേ ഉറങ്ങിയില്ലേ? ഉറങ്ങിയ പിന്നെ ഫോൺ എടുക്കോ? എന്താ ഉറങ്ങാത്തെ? ഇത് കൊള്ളാലോ. എന്താ ഉറങ്ങാത്ത? ഉറക്കം വരൂ, എപ്പോഴാ ഉറങ്ങാന്നൊക്കെ ചോദിക്കാനാ താൻ ഈ രാത്രി വിളിച്ചേ? അല്ല, എന്താ ഇത്ര ഉറക്കം വരാതിരിക്കാൻ? വെറുതെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. കൂട്ടത്തിൽ തന്നെ കുറിച്ചു. താനൊരു കല്യാണ പെണ്ണായിട്ട് നിൽക്കുന്നത് എങ്ങനെയുണ്ട് സങ്കല്പം? സത്യം പറഞ്ഞ പരമ ബോറാ. അതെന്താ? പളപള തിളങ്ങുന്ന ഒരു പാണ്ടി സാരി ഉടുത്ത്, മേക്കപ്പ് ഇട്ട് മുഖം ചോപ്പിച്ച്, തലയിൽ നിറച്ച് പൂവും വാരിക്കെട്ടി, കഴുത്തിലും കാതിലും കയ്യിലുമൊക്കെ 50 കിലോ സ്വർണവും തൂക്കി, ആകെപ്പാടൊരു ഇരുത്തിക്കെട്ടിയ ബൊമ്മ കണക്ക്. പിന്നെ സാറിന്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് പറയണം. അധികം ജാടകളൊന്നുമില്ലാത്തൊരു സാരി, ഒരു പിങ്ക് നിറത്തിലുള്ളതായിക്കോട്ടെ. പിന്നെന്തൊക്കെയാ വേണ്ടത്? തലയില് അധികം പൂ വേണ്ട. പിന്നെ പെണ്ണല്ലേ, ആഭരണങ്ങളൊക്കെ ഇടാൻ ഒരു മോഹം കാണില്ലേ, അതുകൊണ്ടൊരു കോംപ്രമൈസ്. കഴുത്തിലൊരു 2 മാലയാകാം, അധികം വലിപ്പമില്ലാത്തത്. കാതിലെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. കയ്യിലൊരു 4 വള വീതം മതി. ജസ്റ്റ് മിനിറ്റ്, ഞാൻ പോരാ. നിങ്ങളിങ്ങനെ കണ്ടു എന്ന് പറയുന്നതിൽ കാര്യമില്ല. നിങ്ങളല്ലേ വാദി? അതെ. സാക്ഷിയോ? ഞാൻ തന്നെ. സാക്ഷിയും വാദിയും ഒരാൾ തന്നെ ആവുകയാണെങ്കിൽ ഈ രാജ്യത്ത് ആർക്കെല്ലാം ആരുടെയെല്ലാം പേരിൽ എന്തെല്ലാം പറഞ്ഞ് കേസെടുക്കാം? എന്റെ സ്കൂട്ടർ അവർ നശിപ്പിക്കുന്നത് ഞാൻ തന്നെ കണ്ടത്. എന്റെ കുറ്റമാണോ ഇൻസ്പെക്ടർ? നിങ്ങൾ പറയുന്ന കേട്ട് ഞാൻ വേണമെങ്കിൽ കേസ് ചാർജ് ചെയ്യാം. സംശയത്തിന്റെ പേരിൽ അവർ അറസ്റ്റ് ചെയ്യാം. പക്ഷെ തെളിവില്ലെന്ന ഒറ്റ കാരണത്തിൽ അവർ പുല്ലുപോലെ കോടതിയിൽ ഇറങ്ങിപ്പോവും. അവസാനം അവര് മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. എന്റെ പേരിലല്ല, നിങ്ങളുടെ പേരിൽ. അതിനൊരു സാക്ഷി ഞാനായിരിക്കും. കൃത്യമായി തെളിവുള്ളത് കൊണ്ട് നിങ്ങളുടെ പേരിൽ കേസ് ചാർജ് ചെയ്യും. അപ്പോൾ ഞാൻ തന്നെ വരേണ്ടി വരും നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ. വാദിയും സാക്ഷിയും ഒരാളായാൽ നിയമത്തിന് മുമ്പിൽ യാതൊരു വിലവില്ല മിസ്റ്റർ രാമേന്ദ്രൻ. ഐ എം സോറി. പോലീസ് സ്റ്റേഷൻ കേസുമായി വരുന്ന ഒരാളോട് ഐ ആം സോറി എന്ന് പറയാനാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഇതിന്റെ പുറത്തൊരു ബോർഡ് തൂക്കിയിട്ടുണ്ടല്ലോ പോലീസ് സ്റ്റേഷനിൽ. അത് മാറ്റി വേറെ എന്തെങ്കിലും തൂക്കുന്നതായിരിക്കും നല്ലത്. മിസ്റ്റർ രാമേന്ദ്രൻ, ഐ ആം ഓൾസോ വെരി സോറി ടു സേ ലൈക്ക് ദിസ്. ഞാൻ പറഞ്ഞതല്ലേ ഇതിലൊന്നും ഇടപെടണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏത് രീതിയിലാണ് ജീവിക്കേണ്ടതെന്ന് അറിയില്ല. സ്റ്റോണേജിൽ ഇറ്റ് വാസ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. കയ്യൂക്കുള്ളവനായിരുന്നു കാര്യക്കാരൻ. ഇന്നതല്ല. പണവും അധികാരവും ഉള്ളവരാണ് രാജ്യത്തെ നിയന്ത്രിക്കുന്നത്. സാധാരണക്കാരന് ഇവിടെ ജീവിക്കാൻ അവകാശമില്ല, അധികാരമില്ല. ഹീസ് നോട്ട് ഫിറ്റ് ടു സർവൈവ്. പലതും കാണുമ്പോൾ നമ്മൾ വീണ്ടും സ്റ്റോണേജിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണോ എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ സാർ? സ്റ്റോണേജിലെ ആയുധമാണല്ലോ ഇവരുടെയും പ്രധാന ആയുധം, സ്റ്റോൺസ്. യെസ്.
Calm down, please. It's all right. I'm perfectly all right. Come, No, come leave on, me. come with me. I Come. said, leave me, please. Come on, please. No. No. Leave me. No. Come on, I said, leave me alone, please. Please. ഇതൊന്നും ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലേ? അന്വേഷണം നടത്തി വേണ്ട ആക്ഷൻ എടുക്കാൻ ഞാൻ പോലീസിനെ വിളിച്ചിരിക്കുന്നു. എങ്കിലും ഒരു 5 അംഗ അന്വേഷണ കമ്മീഷനെ കൂടെ നിയമിക്കണം. റിട്ടയർ ചെയ്ത ഒരുപാട് ജഡ്ജസ് ജോലിയില്ലാതെ വീട്ടിലിരിപ്പട്ടെ ആരെങ്കിലും ഒരാൾ നേതൃത്വം വഹിക്കും. മിസ്റ്റർ, ഞങ്ങളുടെ ജോലിയെ ഞങ്ങൾക്കറിയാം, നിങ്ങൾ പഠിപ്പിക്കണ്ട. എനിക്കറിയാം ആരായത് ചെയ്തെന്ന്. Bastards. Bloody bastards. എനിക്കറിയാം നീ ആ ചെയ്തത്. I will prove it to you. Come on, hit me. എന്തോ പറ്റി? തരണം സാറേ, സാറിന് ചുണയുണ്ടേ തരണം. അതെ, ഞാൻ തന്നെ എല്ലാം ചെയ്തത് പാവമാണെങ്കിൽ സ്വയം ശിക്ഷ അനുഭവിക്കാനും തയ്യാറാണ്. വെറുതെ പറയല്ല സാറേ, സാർ എന്നെ തല്ലിയില്ലെങ്കിൽ ഞാൻ എന്നെ സ്വയം ശിക്ഷിക്കും. I will punish me myself. Reggie, Are you happy? Reggie, stop it. Reggie, stop it. Are you happy? I will kill. എനിക്കല്ല, നിങ്ങൾക്കാണ് ഭ്രാന്ത്. You are mad. ഇയാൾക്ക് വട്ടാണ്. ഇയാളെന്നെ കൊല്ലാൻ നോക്കുന്നു. ഇയാൾക്ക് വട്ടാണ്. ഈ കഥ ഞാൻ വിശ്വസിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? തന്നെത്താൻ ഇടിച്ച് ദേഹം മുഴുവൻ മുറിക്കാൻ അയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? അതെ, അതാണ് എന്റെ സംശയം. ഐ തിങ്ക് ഹി സൈക്കിക്. അവനെ സസ്പെൻഡ് ചെയ്യാണ് വേണ്ടത്. അവനെയല്ല, നിങ്ങളെ സസ്പെൻഡ് ചെയ്യേണ്ടത്. ഇത് പ്രൈമറി സ്കൂളൊന്നും അല്ലല്ലോ. ഒരു കോളേജ് അധ്യാപകനും വിദ്യാർത്ഥിയെ തല്ലാൻ അവകാശമില്ല. നിങ്ങളെ ആരെങ്കിലും തല്ലിയിട്ടുണ്ടോ? ഞാൻ അതിനെ തല്ലുകൊള്ളിത്തരൊന്നും കാണിച്ചിട്ടില്ല. മിസ്റ്റർ രാമേന്ദ്രൻ, ഇക്കാര്യത്തിൽ എനിക്കിടപെടേണ്ട കാര്യമില്ലെങ്കിലും ഞാനിവിടെ ഉള്ളപ്പോൾ സംഭവിച്ചതുകൊണ്ട് പറയുകയാണ്. ഇവർ കണ്ടത് നിങ്ങൾ അവനെ കയറി പിടിച്ചിരിക്കുന്നതാണ്. നിങ്ങളുടെ ശരീരത്തിൽ രക്തം പുരണ്ടിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് സ്കൂട്ടർ തീവച്ച കേസിൽ നിങ്ങൾക്ക് അവനോട് വ്യക്തിപരമായ വൈരാഗ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. സാഹചര്യ തെളിവുകൾ എതിരാണ്. സാഹചര്യ തെളിവുകൾ മണ്ണാങ്കട്ട. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എന്നെ അറസ്റ്റ് ചെയ്യണോ? വേണ്ടപ്പോ ഞാൻ തന്നെ ചെയ്തോളാം. നമുക്ക് കാണാം. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഞാൻ പഠിപ്പിക്കാൻ വന്നവനാണ്. ഇപ്പൊ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്ന നല്ലത്. സ്റ്റുഡൻസ് ആകെ ഇളകിയിരിക്കുക. എന്നെ രക്ഷിക്കാൻ എനിക്കറിയാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് ഇയാൾ തന്നെ കുക്കപ്പ് ചെയ്ത സ്റ്റോറിയല്ലേ? ഇയാള് മനുഷ്യനെ കടത്തി പുറപ്പിക്കില്ലെന്ന് തോന്നുന്നത്. എവിടെ നിന്ന് കിട്ടി ഇങ്ങനെ ഒരെണ്ണത്തിനെ? അയാളെന്റെ ദേഹത്തോട്ടെങ്കിലേ അപ്പൊ പല്ലടിച്ച് താഴെ. ഇത് ഇത്ര വലിയ ഇഷ്യൂ ആക്കണോ? കണ്ട കണ്ണൂരും കാസർഗോഡും വല്ലവനും കുത്തിച്ചെത്തുന്ന സമരം ചെയ്യണില്ലേ? നിങ്ങളുടെ ആവശ്യത്തിന് തല്ലുണ്ടാക്കാൻ ഞാൻ വേണം. എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഒരുത്തനും പഠിക്കണ്ട. അധ്യാപകന്റെ മർദ്ദനമേറ്റ് വിദ്യാർത്ഥി ആശുപത്രിയിൽ നിന്ന് പത്രത്തിൽ കൊടുക്കണം. വേണമെങ്കിൽ എന്റെ പേരിന്റെ കൂടെ വല്ല സഖാവെന്നോ യൂത്ത് നേതാവെന്നോ കൊടുത്തോ. എന്നിട്ട് കേരളത്തിലെ കോളേജ് വിദ്യാർത്ഥികൾ മുഴുവൻ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്യണം. ആ രാമേന്ദ്രനെ സസ്പെൻഡ് ചെയ്ത് 10 ദിവസം പുറത്ത് നിർത്തിയില്ലെങ്കിൽ എനിക്ക് നാണക്കേടാ. അയാൾ വരണം. എന്റെ കാല് വീണ് മാപ്പി ചോദിക്കണം. സത്യം പറഞ്ഞ അതിനിപ്പോ അങ്ങേര് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ഓ പിന്നെ, മുമ്പ് ഇവിടെ പ്രതിപക്ഷം ഭരിച്ചിരുന്നപ്പോ ഡാം കെട്ടാനുള്ള കോൺട്രാക്ട് കൊടുത്ത് അന്നത്തെ മന്ത്രിയുടെ ബന്ധുക്കാരനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും വനനശീകരണത്തിന്റെയും പേരും പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് വെറുതെ പോകുന്ന ബസ്സിനെല്ലാം കല്ലെറിയിച്ചില്ലേ, തീയൊപ്പിച്ചില്ലേ? പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് വഴക്ക് നടന്നപ്പോ എതിർ ഗ്രൂപ്പിന്റെ നേതാവായ മന്ത്രി രാജിവെക്കണമെന്നും പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് സമരം ചെയ്യിച്ചില്ലേ? അതുകൊണ്ട് തെറ്റിന്റെ ശരിയുടെയും കണക്കൊന്നും എന്നോട് പറയണ്ട. ശരി മാത്രം ചെയ്ത് ഇവിടെ ഒരുത്തന്നെ നേതാവായിട്ടില്ല. അങ്ങനെയൊക്കെ തന്നെയല്ലേ നിങ്ങളും വിദ്യാർത്ഥി നേതാവും യൂത്ത് നേതാവും ഒക്കെ ആയത്? അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ഇല്ലടോ താൻ ഇവിടെ കയറി കുത്തിയിരിക്കുന്നു. സൂക്ഷിച്ച് സംസാരിക്കണം. തന്റെ അച്ഛൻ ഞങ്ങളുടെ നേതാവാണെന്ന് പറഞ്ഞ് താൻ പറയുന്ന എന്തും കേൾക്കാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കണമെങ്കിൽ ഞാൻ പറയുന്നത് കുറെയൊക്കെ നിങ്ങൾ കേൾക്കണം. MLA-മാർക്കും മന്ത്രിമാർക്കും മാത്രമല്ല, കാല് മാറിച്ചോട്ടാൻ ഞങ്ങൾക്കും അറിയാം. അപ്പുറത്ത് ചെന്നാലും ഈങ്കുലാവ് വിളിക്കാനും തല്ലുണ്ടാക്കാനും ഞങ്ങളെയും കയറ്റും. അത് മറക്കണം.